ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ശനിയാഴ്ചയാണ്, നമ്മുടെ സ്ഥിരം ശനിയാഴ്ച വ്ലോഗ് ഇവിടെ എടുത്ത് തുടങ്ങുകയാണ്. ഇപ്പം രാവിലെ ഒരു 7:45 ആയിട്ടുണ്ട്. തൈറോയിഡിൻ്റെ മരുന്നൊക്കെ കഴിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ശ്രീഹരി ഇപ്പോഴും കിടന്ന് ഉറങ്ങുകയാണ്. കുറച്ച് കഴിയുമ്പം ഒരു 8 മണി 8:15 ആകുമ്പോഴത്തേന് ശ്രീഹരി പാലും ഒക്കെ എടുത്തുകൊണ്ട് വരും. അപ്പോൾ ഇന്ന് നേരെ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വലിയ പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. എന്തുവാന്ന് വെച്ചാൽ തോന്നുന്നത് ചെയ്യാന്നുള്ള ഒരു സെറ്റപ്പിലിരിക്കുകയാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനൊന്നും അങ്ങനെ വലിയ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇന്നത്തെ പരിപാടിയൊന്നും ബ്രേക്ക്ഫാസ്റ്റ് പോലും ഞാൻ എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല. ഞാൻ ശ്രീഹരിയോട് ചോദിക്കട്ടെ. ഞാൻ വിചാരിച്ച അരി ഉഴുന്നരച്ച മാവ് കൊണ്ടുള്ള ദോശ ഉണ്ടാക്കണോ അതോ പുട്ടുണ്ടാക്കണോ എന്താന്നുള്ള തീരുമാനം. ചപ്പാത്തി, പൂരി, വക ഐറ്റംസ് ഒന്നുമില്ല. ഇടിയപ്പം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് വയ്യ. അതാണ് മെയിൻ കാര്യം. ഇന്ന് എനിക്ക് വയ്യ. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാവുന്ന കാര്യമൊന്നും ഞാൻ ചോദിച്ചില്ല. ഞാനൊന്നും വെള്ളത്തിൽ വിട്ടൊന്നും വെച്ചില്ല. ചിലപ്പം അരി ഉഴുന്നരച്ച ദോശമാവും ദോശയും ചമ്മന്തി ആയിരിക്കണം. പിന്നെ പോകുന്ന കാര്യം ഈ പറഞ്ഞ പോലൊന്നും അങ്ങനെ വലുതായിട്ട് പ്ലാനൊന്നുമില്ല. ഉച്ചയ്ക്കൊരു സ്പെഷ്യലുണ്ട്. ഒരു ഒന്നരയല്ല, ഒരു 2 കൊല്ലത്തിന് ശേഷം ഞാൻ കക്ക ഇറച്ചി വാങ്ങിച്ചു. 2 കൊല്ലം എന്ന് പറഞ്ഞാൽ 1 കൊല്ലം ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ ബ്രേക്കാണ്. കക്ക ഇറച്ചി, കൊഞ്ച്, കൂന്തൽ ഈ വക ഒരു ഐറ്റംസിൽ നിന്ന് ഞാൻ മനഃപൂർവ്വം ഞാൻ വാങ്ങിക്കാതിരുന്നതാണ്. അത് ബാക്കി ഞാൻ ചിക്കനും മട്ടനും ബീഫും മീനും കഴിക്കുമായിരുന്നു. പിന്നെ ഈ ടൈഫോയിഡിന് ശേഷം എനിക്കൊരു പേടിയായിപ്പോയി. ഇതൊക്കെ ഈ വക ഐറ്റംസ് കഴിച്ചാലോ പ്രശ്നം ഉണ്ടാവുമെന്ന്. അങ്ങനെ ഞാൻ ബ്രേക്ക് എടുത്ത് അവസാനം ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. ഇത്രയും നമ്മൾ പലതും ഇപ്പോൾ പുറത്തുനിന്നും ഒക്കെ കഴിക്കുന്നുണ്ട്. ഇത്രയും ചിക്കനും മട്ടനും ബീഫും ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ട് ഇത് കഴിച്ചുകൂടാ? ഞാൻ നേരത്തെ കഴിച്ചുകൊണ്ടിരുന്ന സംഗതിയാണ്. ഇപ്പം എനിക്കൊരു കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം എന്തുകൊണ്ട് കഴിച്ചുകൂടാന്നുള്ളത് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് ഞാൻ വാങ്ങിച്ചു. എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് ഉണ്ടാക്കണം. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് കാര്യമാണ്. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രം കഴിക്കുന്ന ഒരു കാര്യമാണ് ഇത്. വേറെ ആരും കഴിക്കത്തില്ല. അമ്മയ്ക്ക് ഇത് ഭയങ്കര അലർജി ഉള്ള ഒരു കാര്യമായിരുന്നു. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഇതിൻ്റെ മണം വരുന്നതും ഇത് വരുന്ന അമ്മയ്ക്ക് ഛർദ്ദിക്കും അമ്മ. അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു പ്രായമായ ഞാൻ കൊച്ചിയിലെങ്ങാണ്ടുള്ളപ്പോൾ അമ്മ വാങ്ങിച്ചു നോക്കിയിട്ടുണ്ട്. അന്ന് അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് എനിക്കത് ചെറിയൊരു ഓർമ്മയുണ്ട്. എന്നീ കക്കയിറച്ചി വാങ്ങിച്ചാൽ അമ്മ അത് പറയും. ഛർദ്ദിച്ച് ട്രിപ്പൊക്കെ ഇട്ട് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വലുതായിക്കഴിഞ്ഞാൽ ഞാനൊരു +2 +1 +2 കോളേജ് ആ സമയത്ത് ഇതെങ്ങനെയാന്ന് വെച്ചാൽ അച്ഛൻ വാങ്ങിക്കുക. അച്ഛനെ കൊണ്ട് അമ്മ വാങ്ങിപ്പിക്കും. ഇങ്ങനെ ഞങ്ങളുടെ അവിടെ ഇങ്ങനെ വഴി കൂടെ വിൽക്കാൻ നമ്മൾ മീനൊക്കെ വഴി കൂടെ പോകുമല്ലോ. അപ്പം അവിടെ കാണും. എന്നിട്ട് ഞാൻ മാത്രം കഴിക്കുന്നതുകൊണ്ട് അമ്മയ്ക്കിത് ക്ലീൻ ചെയ്യാൻ അമ്മ ഇത് ക്ലീൻ ചെയ്യോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അമ്മ അപ്പം ഛർദ്ദിച്ച് തുടങ്ങും. എൻ്റെ മണം വരുമ്പോൾ അമ്മ വൊമിറ്റ് ചെയ്ത് തുടങ്ങും. അപ്പം ഞാൻ കുത്തിയിരുന്ന് എനിക്ക് മാത്രം കഴിക്കാനുള്ള അച്ഛനും അങ്ങനെ വലുതായിട്ടൊന്നും ഇത് കഴിക്കത്തില്ല. ആക്ച്വലി എൻ്റെ കൊച്ചിൽ എനിക്ക് ഓർമ്മയുള്ള അമ്മ അച്ഛന് ഇഷ്ടമെന്ന് പറഞ്ഞാണ് അമ്മ മേടിച്ചെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ അച്ഛൻ പറഞ്ഞത് അച്ഛന് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പം എന്നിട്ട് ഞാനിത് കുത്തിയിരുന്ന് ക്ലീൻ ചെയ്തതിൻ്റെ ദൈവം ഒരു 1-2 മണിക്കൂർ 1 മണിക്കൂറത്തെ പരിപാടിയാണ് ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അത് ക്ലീൻ ചെയ്ത് എല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ട് കൊടുക്കും. അമ്മ ഒരു തോർത്തിങ്ങനെ കിട്ടും എൻ്റെ മണം വരാറിയാം. പക്ഷെ അമ്മ നല്ല ഉഗ്രനായിട്ട് വെക്കുമായിരുന്നത്. റോസ്റ്റും തോരനും ഒക്കെ നല്ല ടേസ്റ്റായിട്ട് വെക്കുമായിരുന്നു. അമ്മ ഇത് ടേസ്റ്റ് ചെയ്തിട്ടില്ല. ആക്ച്വലി അമ്മ ഇത് കഴിച്ചിട്ടില്ല. കഴിച്ചിരിക്കുന്നത് ഞാനാണ്. ഞാൻ എന്നിട്ട് ഇങ്ങനെ കുറച്ച് ഒരു ദിവസമായിട്ട് കഴിച്ച് തീർക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അതിനൊക്കെ ഞാനൊരു ബ്രേക്ക് എടുത്തു. ഈ ടൈഫോയിഡിൻ്റെ സമയത്ത് എൻ്റെ ഒരു വയറൊക്കെ ഒന്ന് ശരിയായി, വയറിനൊക്കെ ഒരു ബലം വരാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ കഴിച്ചിട്ട് എന്താകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഞാൻ വിചാരിച്ചു അങ്ങനെ പേടിച്ചിരിക്കാൻ പറ്റത്തില്ല. നമുക്കിത് കഴിച്ച് നോക്കണമല്ലോ. കാരണം ഞാൻ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്ന സ്ഥിരം മീൻസ്
ഒത്തിരി സ്ഥിരമൊന്നുമല്ല, കാരണം ഇത് ക്ലീൻ ചെയ്യേണ്ടത് ഞാൻ തന്നെ ക്ലീൻ ചെയ്യുന്നതല്ല. അപ്പം എനിക്ക് അവധിയുള്ള സമയത്തും എൻ്റെ വെക്കേഷൻ സമയത്തൊക്കെയാണ് അമ്മ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഈ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഏറ്റവും കൂടുതൽ ഇത് അടുപ്പിച്ച് വാങ്ങിച്ച എൻ്റെ +2 എക്സാം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് സമയമുള്ള സമയം അതാണ് +2 എക്സാം കഴിഞ്ഞിട്ട്. അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ. എനിക്ക് ഇത് അത്യാവശ്യം ഉണ്ടാക്കാനും എനിക്കറിയാം, കാരണം ഞാൻ ഇതിങ്ങനെ എടുത്തൊക്കെ ഇട്ട് കൂട്ടത്തിൽ നിന്ന് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു സമയം തൊട്ട് എനിക്കിത് കുറച്ചൊക്കെ ഉണ്ടാക്കാനും അറിയാമായിരുന്നു. പക്ഷേ ഞാൻ ഈ ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉണ്ടല്ലോ, ഞാൻ എങ്ങനെ ഇത് തോരൻ വെക്കുന്നു എന്നുള്ളത് അങ്ങ് മറന്നു. എന്നിട്ട് ഞാൻ എൻ്റെ പഴയ യൂട്യൂബ് ചാനൽ നോക്കി, ഞാൻ ഇട്ട വീഡിയോ നോക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെയായിരുന്നു തോരൻ വെക്കുന്നതെന്ന് ഓർത്തെടുത്തത്. ഞാൻ ഇന്നലെ മുഴുവനിരുന്ന് ആലോചിക്കായിരുന്നു, ഞാനിത് എങ്ങനെയായിരുന്നു തോരൻ വെച്ചുകൊണ്ടിരുന്നതെന്ന് ഇങ്ങനെ. പിന്നെ ഞാൻ അപ്പോഴോർത്ത്, ഞാൻ എൻ്റെ റെസിപ്പി വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പം നമുക്ക് ചായ ഇടാം. അപ്പം ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഒരുക്കി വെക്കുകയാണ് നമ്മുടെ കക്ക ഇറച്ചിക്ക് വേണ്ടിയിട്ട്, തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇത് ഇത്രയും ചെറിയുള്ളി ഞാൻ എടുക്കുന്നില്ല, ഇതിനൊരു കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയും പിന്നെ 2 സബോളയും തൊലി കളഞ്ഞിട്ടുണ്ട്, പക്ഷെ 1 സബോള എടുക്കുന്നുള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമൊന്നും ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, രാവിലെ തന്നെ ഞാനങ്ങ് കക്ക ഇറച്ചി ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഞാൻ വേവിച്ചിട്ട് ഒരു തോരൻ മോഡലിൽ വെക്കാം. റോസ്റ്റ് നമുക്ക് പിന്നെ ചെയ്യാം, കാരണം ആദ്യം നമുക്ക് തോരൻ ഉണ്ടാക്കാം. റോസ്റ്റ് പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം റോസ്റ്റ് ചെയ്യുന്നത് ഇടാം. അപ്പോൾ ഞാനിവിടെ കക്ക ഇറച്ചി ഇന്നലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നിടയ്ക്ക് ഞാൻ ക്യാമറ മൈക്ക് ഓണാന്ന് നോക്കിയതാ, കഴിഞ്ഞ വീഡിയോയിൽ പറ്റി അബദ്ധം പറ്റാതിരിക്കാൻ. ഇത് കണ്ടോ, കക്ക ഞാനെല്ലാം നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം ഇന്നലെ വൈകിട്ട് ഞാൻ ക്ലീൻ ചെയ്ത, കാരണം ഇത് ക്ലീൻ ചെയ്യാൻ ഏകദേശം ഒരു മണിക്കൂർ സമയം വേണം. കാരണം അതിനകത്തെ സംഭവം ഞാൻ എടുത്തെടുത്ത് കളയും. അത് കളയാത്തവരും ഉണ്ട്, അത് കളയാതെ കഴിക്കുന്നവരുണ്ട്. പക്ഷെ എനിക്കത് കളയാതെ കഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് അത് കളയാതെ കഴിക്കുമ്പോൾ എനിക്കൊരു ഈ പറഞ്ഞൊരു ഛർദ്ദിക്കാൻ ഒരു ഫീൽ തോന്നും. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ഇപ്പം കക്ക ഇറച്ചി നമുക്ക് എവിടെന്നെങ്കിലും പുറത്തുനിന്നാണെങ്കിലും കണ്ടാൽ മനസ്സിലാകും ഇത് കളഞ്ഞിട്ടാണോ കളയാതെയാണോ. കാരണം കളഞ്ഞിട്ടാണെങ്കിൽ ഇതിന് ഒരു കക്ക ഇറച്ചി എന്ന് പറയുന്നതിന് ഇങ്ങനെ വലിയ വലിപ്പമൊന്നും കാണത്തില്ല. ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കും. എന്താ പറയുക, അത് കണ്ടല്ലോ വലിയ ഇങ്ങനെ ബുമ്മെന്നിരിക്കത്തില്ല. പക്ഷെ കളയാതെ ആണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ ഇതിങ്ങനെ ബുമ്മെന്നിരിക്കും, ഓരോന്ന് ഇങ്ങനെ ബുമ്മെന്നിരിക്കും. അപ്പം അത് കളയാതെ കഴിക്കാൻ എനിക്ക് പറ്റത്തില്ല. പക്ഷെ അത് കളയാതെ കഴിക്കുന്നവർ ഇഷ്ടംപോലെ പേരുണ്ട്. അത് കളഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, അത് അതിൻ്റെ എന്തോ ആ കളഞ്ഞ ടേസ്റ്റ് പോകുന്ന അങ്ങനെയൊക്കെ. പക്ഷെ എനിക്കത് കളയാതെ കഴിക്കാൻ എനിക്ക് അർപ്പണം. അപ്പം ഇത് മെയിനായിട്ട് ഇത് കളയണമെന്നുണ്ടെങ്കിൽ ഇപ്പം 1/2 കിലോ ഉണ്ട് എൻ്റെ ഈ കക്ക ഇറച്ചി. അത് ഏകദേശം 1 മണിക്കൂറത്തെ പരിപാടിയാണ് അത് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. നമ്മൾ നിന്നോ ഇരുന്നോ നല്ല സമയം എടുക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിത് ഇന്നലെ വാങ്ങിച്ചു. ഇന്നലെ വാങ്ങിച്ചിട്ട് ഇന്നലെ വൈകിട്ട് തന്നെ ഞാൻ അത് ഇന്നലെ രാത്രി തന്നെ ഞാൻ അത് ക്ലീൻ ചെയ്ത് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയത്. അപ്പം അത് ക്ലീനിങ് വീഡിയോ ഞാൻ കാണിച്ചു തരാം. മിക്കവാറും എല്ലാവർക്കും അറിയാൻ വലിയ പാടില്ല, പക്ഷെ ഇതിങ്ങനെ ഞെക്കി കളയാൻ അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് അതിൻ്റെ ക്ലീനിങ് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇത് ഏകദേശം 1/2 കിലോ കക്ക ഇറച്ചിയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അതിലിങ്ങനെ പിടിച്ച് ഞെക്കുമ്പോഴത്തേനും നമുക്കതിൻ്റെ അതിനകത്തെ വേസ്റ്റിങ് പുറത്ത് വരും. അതിങ്ങനെ അങ്ങ് കളയണം.
അതിൻ്റെ ആ ഒരു ഇങ്ങനെ വിരിവുള്ള ഒരു ഭാഗമുണ്ട്, ആ ഒരു താഴെ ആ ഒരു വീതിയുള്ള ഒരു ഭാഗം ഇങ്ങനെ അതിൻ്റെ വേറൊരു ഷേപ്പിൽ ആ ഒരു വിരിവുള്ള ആ ഒരു ഭാഗത്ത് പിടിച്ച് ഞെക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ ആ ഒരു വേസ്റ്റ് കണ്ടോ അതിങ്ങനെ വരും. അതങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ സംഭവം ക്ലീൻ ആവും. അപ്പോൾ ഞാനതൊരു അതിൻ്റെ അത് വന്ന തന്നെ ആ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിലേക്ക് അത് കളഞ്ഞിട്ട് ഞാൻ സെപ്പറേറ്റ് മാറ്റിയിടുകയാണ്. എന്നിട്ട് ഈ വേസ്റ്റ് ഉണ്ടല്ലോ, ഈ വേസ്റ്റ് അപ്പം തന്നെ കൊണ്ടുപോയി നമ്മുടെ വേസ്റ്റിന്, മീൻസ് വീട്ടിനകത്ത് വെച്ചിരിക്കുന്ന വേസ്റ്റിനകത്തല്ല, പുറത്തെ വേസ്റ്റില്ല, ഇത് കൊണ്ട് നമ്മൾ വേസ്റ്റ് കൊണ്ട് കളയുന്ന അവിടെ തന്നെ അപ്പം കൊണ്ടിടണം. ഇതിട്ട് കഴിഞ്ഞാൽ ഈ വേസ്റ്റ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും. ഇത് നമ്മുടെ കളയാൻ കുറച്ചൊന്ന് താമസിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഭയങ്കരമായിട്ട് സ്മെല്ല് വരും. അപ്പം തന്നെ അതൊരു കവറിനകത്ത് ആക്കിയോ അല്ലെങ്കിൽ ഒരു ഗാർബേജ് ബാഗിനകത്ത് ആക്കിയോ അപ്പം തന്നെ താഴെ കൊണ്ട് വേസ്റ്റ് ഇടുന്നിടത്ത് കൊണ്ടങ്ങ് ഇട്ടേക്കണം. ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടും വീട്ടിൽ സ്മെല്ല് വരും. ഇനി നമുക്കിത് കഴുകാം. ഇത് ഞാൻ കഴുകുന്ന ഞാനൊരു 5-6 തവണയെങ്കിലും കഴുകും. ഇത് ഇങ്ങനെ കഴുകി വരുമ്പോഴത്തേനും ഈ വെള്ളം ഇങ്ങനെ, ഇതിപ്പോൾ ഒരു കഞ്ഞിവെള്ളം പോലെ ഇരിക്കുന്നത്, ഈ വെള്ളം ഇങ്ങനെ ക്ലിയറായി വരും. അപ്പോൾ ആ ക്ലിയറായി വരുമ്പം ഇതിൻ്റെ കഴുക്ക് ഞാൻ നിർത്തും. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. ആക്ച്വലി ഇത് ഇങ്ങനെ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കതാണ് ഇതായിട്ട് വൃത്തിയായിട്ട് തോന്നിയിരിക്കുന്നത്. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നൊരു ഒന്നാമത് ഇതിനകത്ത് മണ്ണും കാര്യങ്ങളും ഒക്കെ കാണും. അപ്പം വൃത്തിയായിട്ട് കഴുകിയില്ലെങ്കിൽ കണ്ട ഈ വെള്ളം ഇങ്ങനെ ക്ലിയറായി, നമ്മൾ വെള്ളത്തിൽ ഇടുമ്പോൾ ഇങ്ങനെ ക്ലിയറായി വരുന്നുണ്ട്. അത്രയും പ്രാവശ്യം ഇത് കഴുകിയെടുക്കണം. കഴുകി അങ്ങ് എടുത്ത് വെച്ചാൽ മതി നല്ലപോലെ വെള്ളത്തിനകത്തുനിന്ന്. അപ്പം ഇപ്പം കണ്ടു, ഇതിപ്പോൾ ഏകദേശം ഒരു ലാസ്റ്റ് കഴുകല ഞാനൊരു 3-4 തവണയെങ്കിലും കഴുകിയിട്ടുണ്ട്. ലാസ്റ്റ് കഴുകലാകുമ്പോഴത്തേനും ഒരുമാതിരി ഒക്കെ നന്നായിട്ട് ക്ലിയറായിട്ട് വരും. ഇപ്പം ഇതിപ്പോൾ ഞാൻ തലേദിവസം വൈകിട്ടാണ് ചെയ്യുന്നത്. വൈകിട്ട് ചെയ്തങ്ങ് ഫ്രിഡ്ജിനകത്ത് അങ്ങ് ആക്കി വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസം, കാരണം ഇത് കുറച്ച് നേരം വേണം, ഒരു മണിക്കൂറത്തെ മിനിമം 1 മണിക്കൂറത്തെ പരിപാടിയാണ് ഇത് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത്. അപ്പം അത് ചെയ്തങ്ങ് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കുക. പിന്നെ അപ്പം തന്നെ ആ സിങ്കും കൂടി ഇങ്ങനെ ഒരു ലിക്വിഡ് ഇട്ടങ്ങ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം. കാരണം ഇതിനൊരു മണമുണ്ട്. ഈ മണം ചിലർക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് ഇത് ഇഷ്ടപ്പെടാത്ത ഒരു മണമാണ്. അപ്പോൾ അതും കൂടെ അങ്ങ് എന്തെങ്കിലും ഒരു ലിക്വിഡ് ഉപയോഗിച്ച് അതും കൂടെ നന്നായിട്ടങ്ങ് കഴുകി ഇതുപോലെ സിങ്കും കൂടെ അപ്പം തന്നെ അങ്ങ് ചെയ്യണം. അതങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്ന മെനക്കെട്ട പരിപാടിയാണ്. താല്പര്യമുള്ളവർ, അത് ഇഷ്ടമായവർ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതെ കഴിക്കുന്നവർ കഴിച്ചോട്ടെ, നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത് അവരുടെ ഇഷ്ടം. എൻ്റെ ഇഷ്ടം ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കഴിക്കുക, എനിക്ക് ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കണ്ടു 1/2 കിലോ എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വന്നപ്പോഴത്തേനും 1/2 കിലോ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല. ഇനി ഇത് വെന്തും കൂടെ വരുമ്പോഴത്തേനും ഒന്നും കാണത്തില്ല. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഇഞ്ചിയും കറിവേപ്പിലയും മാത്രം ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിനെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കാരണം ഇതിന് നല്ലപോലെ വെള്ളം ഇറങ്ങും. അത് വേവിച്ചൊന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എളുപ്പത്തിൽ തോരനാക്കാം. അത് ഞാൻ ഇപ്പം ചെയ്തിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പച്ചക്കറി വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങും. അപ്പോൾ ഇത് വെന്തിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എളുപ്പമുണ്ട് ഇന്ന് ഉച്ചക്കത്തെ കാര്യം. ഈ കക്കയിറച്ചി തോരനും മോര് കാച്ചിയത് മാത്രം മതി എന്നെ സംബന്ധിച്ച് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിൽ കക്കയിറച്ചി റോസ്റ്റും ചോറും മാത്രം, വേറെ ഒഴിക്കാനും എനിക്കൊന്നും വേണ്ട. കക്കയിറച്ചി റോസ്റ്റ് ആണെങ്കിൽ ചുമ്മാ ചോറിൻ്റെ കൂടെ കക്കയിറച്ചി റോസ്റ്റ് പരട്ടി തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷെ ഞാൻ ഇന്ന് റോസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ വിചാരിച്ചു ഇന്ന് തോരൻ ഉണ്ടാക്കാം. കുറച്ചുകൂടി ഒരു ഹെൽത്തി വേ എന്ന് പറയുന്നത് തോരനാണ്. റോസ്റ്റ് ആകുമ്പം കുറച്ച് എണ്ണയുടെ ചിലവുണ്ട്, എന്നാൽ അത് നല്ല റോസ്റ്റ് ചെയ്ത് നല്ല മൂത്തും മുരിഞ്ഞ് ഒരു ഫ്രൈ, റോസ്റ്റ് പറ്റത്തില്ല, ഒരു ഫ്രൈ എന്നൊക്കെ പറയാം. ആ ഒരു ലെവലിൽ അത് മാത്രം ചോറിൻ്റെ കൂടെ പുരട്ടി തിന്നാനും ഭയങ്കര എനിക്കിഷ്ടമാണ്. ഇത് ഞാൻ പറയില്ല, ഇത് അറപ്പ് ഭയങ്കരമായിട്ടുള്ളവരുണ്ട്. അത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ അവർക്കൊക്കെ ഇത് എന്നുള്ള കാണിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ ഞാൻ എൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. എനിക്കിത് പ്രശ്നമില്ല, എനിക്കിത് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം അങ്ങനെയുള്ള എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കക്കയിറച്ചി റോസ്റ്റ്, തോരൻ, ഫ്രൈ ഒക്കെ. പക്ഷെ ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് വേണം കേട്ടോ. എനിക്ക്
എനിക്ക് ഞാൻ എടുക്കുന്നത് എനിക്കിഷ്ടമാണ്. പിന്നെ ഞാനിത് ക്ലീൻ ചെയ്ത കക്കയിറച്ചി തോരൻ ഞാനൊരു 5-6 കൊല്ലം മുമ്പ് ലുലുവിന് കഴിച്ചിട്ടുണ്ട്. പലയിടത്തും ഞാൻ പുറത്ത് ഹോട്ടൽ റെസ്റ്റോറൻറ്റുകളിൽ ഇത് ക്ലീൻ ചെയ്യാതാണ് ആക്ച്വലി ഞാൻ കണ്ടിരിക്കുന്നത്. ക്ലീൻ ചെയ്യാതെ ഉള്ള സംഭവമാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് ഞാൻ ക്ലീൻ ചെയ്ത് പുറത്തുനിന്ന് ഞാൻ ഒരിടത്തുനിന്നേ കഴിച്ചിട്ടുള്ളൂ. നമ്മുടെ കൊച്ചി ലുലുവിൽ ഹൈപ്പർ മാർക്കറ്റിൽ കക്കയിറച്ചി ഫ്രൈ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അന്ന് ക്ലീൻ ചെയ്തായിരുന്നു, ഒരു 5-6 കൊല്ലം മുമ്പ് ക്ലീൻ ചെയ്തായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് നമ്മൾ ഹോസ്റ്റൽ ഫുഡൊക്കെ അറിയാമല്ലോ. അപ്പം ഞാൻ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി അത് വാങ്ങിച്ചിട്ടുണ്ട്. അത് വാങ്ങിച്ച് ചോറിൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പം അത് ക്ലീൻ ചെയ്തതായിരുന്നു. അത് ഞാൻ നോക്കി. കുറേ ഇന്ന് കുറച്ച് കൂടുതൽ സംസാരിച്ച് കൂട്ടിയിട്ടുണ്ടല്ലേ. അല്ലെങ്കിൽ നമുക്കിത് വേവിച്ചെടുക്കാം. വേവിക്കാൻ വെച്ചിട്ട് എനിക്കൊരു വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യണം. വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പോൾ കക്കയിറച്ചി വേവിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയാണ് ശകലം, ഒരു മീഡിയം പീസ് ഇഞ്ചി ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുത്തുകൊണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ പച്ചമുളകൊക്കെ ചേർക്കാൻ കുഴപ്പമില്ല. ഞാനിപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത്രയും ചേർത്ത് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ തോരന് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം ഇതൊന്ന് വേവിച്ചിട്ടാണ് തോരനാക്കുന്നത്. റോസ്റ്റ് ചെയ്യുമ്പം പക്ഷേ ഞാൻ എല്ലാം കൂടാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇനിയും ഞാൻ കക്കയിറച്ചി റോസ്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട്, അപ്പം കാണിക്കാം. ഇപ്പം ആദ്യം ഞാനിങ്ങനെ ഒന്ന് വേവിച്ചെടുക്കും. ഇതങ്ങ് അടച്ച് വെച്ച് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, കാരണം ഇതിനകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങും. അപ്പം വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം തുറന്ന് വെച്ചും ഇതങ്ങ് വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുക. ഇത് ഞാൻ ഓമയ്ക്ക പച്ചടി ഇന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ ലോങ് വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് അരിഞ്ഞ് നേരത്തെ വെച്ച ഓമയ്ക്കയുടെ ബാക്കിയാണത്. അപ്പം അത് ഓമയ്ക്ക പച്ചടി വെക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തു. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചു, ഉള്ളി സബോളയൊക്കെ അരിഞ്ഞു വെച്ചു, പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചു. ഇനി നമുക്ക് കക്കയിറച്ചി റോസ്റ്റ് വെക്കാം. അപ്പം കക്കയിറച്ചി കക്കയിറച്ചി തോരൻ വെക്കാം. അപ്പം ഞാൻ അതിനകത്തേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കടുകിട്ട് പൊട്ടിക്കുക. പിന്നെന്താണ്, നമ്മുടെ സാധാരണ തോരന് കടുക് വറുക്കുന്ന പോലെ അങ്ങ് കടുക് വറുക്കുക. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക, പച്ചമുളക് ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് മൂപ്പിക്കുക. ഓവറായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങ് മൂത്ത് പോലെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് സബോളയും കുഞ്ഞുള്ളിയും, ഒരു സബോളയും ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഏകദേശം ഒരു 10-20 കൂടുതൽ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ടായിരിക്കും, അത്രയും കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഞാനൊരു മീഡിയം പീസ് ഇഞ്ചിയും ഒരു 7-8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളകും ഇത്രയും ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് തേങ്ങയും പെരിഞ്ജീരകവും കുരുമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് ചതച്ച് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും, കുരുമുളകിൻ്റെ എരിവ് നിൽക്കുന്നതായിരിക്കും ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റ് ഈ തോരന്. അപ്പം ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ചതച്ച് വെച്ചതും കൂടെ ചേർത്ത് ഈ സബോളയ്ക്കകത്ത് ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ആ തേങ്ങയുടെ ഒരു പച്ച ഇതൊക്കെ മാറ്റി ഒന്ന് മൂപ്പിച്ചെടുത്തു. എന്നിട്ടിനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കക്കയിറച്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് തേങ്ങയും ഈ ഉള്ളിയും ഒക്കെ കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കണം ഇത്. അപ്പോൾ ഒത്തിരി നേരം വേണ്ട, ഒരു 5-8 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കരിഞ്ഞു പോകല് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റിയെടുത്തിട്ട് തുറന്നു കഴിഞ്ഞാൽ അത് ഇതുപോലെ ഇരിക്കും. തുറന്നു കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അടിക്ക് പിടിക്കും, അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു അടിപൊളി കക്കയിറച്ചി തോരനാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ കക്കയിറച്ചി തോരൻ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ കക്കയിറച്ചി തോരൻ റെഡിയായി.
ഇനി നമുക്ക് ചോറുണ്ണാം. കാരണം ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി, അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഈ കക്ക ഇറച്ചി തോരൻ്റെ മാത്രമേ എടുത്തുള്ളൂ. ഈ റെസിപ്പി അടിപൊളി റെസിപ്പി. എനിക്ക് കക്ക ഇറച്ചി പൊതുവെ ഇഷ്ടമാണ്, അതുകൊണ്ടും കൂടെ ആയിരിക്കും. പിന്നെന്താണ്, ചീരത്തോരൻ റെഡിയായി, ഓമയ്ക്ക പച്ചടി റെഡിയായി, പിന്നെ ഓൾറെഡി മോര് കാച്ചിയത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതുമായി ഈ മോര് കാച്ചിയതും കക്ക ഇറച്ചി തോരനും മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. ഇഷ്ടമുള്ള കക്ക ഇറച്ചിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചോറുണ്ണാൻ ഭയങ്കര നല്ലൊരു കോംബോ ആയി മോര് കാച്ചിയതും കക്ക ഇറച്ചി. അപ്പം അങ്ങനെ ഊണൊക്കെ ഉണ്ടു. അപ്പം ഞാനിപ്പം ബാൽക്കണി വന്ന് നിൽക്കുകയാണ്. ഈ ബാൽക്കണി ഇപ്പോൾ തുണികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാരണം ഉണങ്ങാത്തത് കൊണ്ട് നമ്മൾ നനച്ച് ഉണങ്ങിക്കഴിഞ്ഞാൽ എടുത്ത് വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ഇവിടെ ഫുൾ ഇപ്പം മുകളിലൊക്കെ ഞങ്ങൾ ഇത് കെട്ടി തുണി വിരിച്ചിട്ടിരിക്കുകയാണ്. അതിപ്പം കുറച്ചൊക്കെ ഉണങ്ങി ഞാനത് എടുത്തുകൊണ്ട് പോകാൻ എല്ലാം മടക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഇന്ന് എന്താണെന്ന് വെച്ചാൽ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോകുന്നൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷെ ഒന്നും നടന്നില്ല. എനിക്കിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ എന്താണെന്നറിയത്തില്ല, പുറത്തേക്ക് ഇറങ്ങാനേ ഒരു മൂഡ് തോന്നുന്നില്ല. ഒന്നാമത് കൂടുതലും തണുപ്പ് കൊണ്ടാണ്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമാതിരി തണുപ്പ് നല്ലോണം ഉണ്ട്. അല്ല, വൈകുന്നേരം എനിക്ക് എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതും ക്യാൻസൽ ചെയ്തു. എനിക്ക് ഇന്ന് പോകാൻ ഒരു മൂഡ് തോന്നുന്നില്ല. ഇന്ന് പുറത്തെനിക്ക് ഇതിനകത്ത് തന്നെ ഇരിക്കാൻ തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തു പോകൊക്കെ ക്യാൻസൽ ചെയ്തു. ഇന്ന് ഫുൾ ഡേ കുക്കിംഗ് ആയിരിക്കും മിക്കവാറും. ഇന്ന് ഞാൻ പക്ഷേ കക്ക റോസ്റ്റ് മാത്രമേ എടുത്തുള്ളൂ. ബാക്കിയൊന്നും എടുക്കാൻ എനിക്ക് അതിനും ഒരു മൂഡ് തോന്നിയില്ല. ഞാൻ മറ്റെല്ലാം പെട്ടെന്ന് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ കക്ക റോസ്റ്റ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഞാൻ പെട്ടെന്ന് അങ്ങ് തീർത്തിട്ട് ചോറ് വിളമ്പുന്നതും കാണിച്ചിട്ട് ഞാനങ്ങ് അടച്ചു വെച്ച്. എനിക്ക് എന്താണെന്നറിയാം, എനിക്കൊരു തലവേദന വന്നു. തലവേദന മീൻസ് ചിലപ്പോൾ നമുക്കിങ്ങനെ പെടലിലേക്ക് നീരിറങ്ങിയൊരു വേദന വരുന്നത്. അത് സാധാരണ എനിക്ക് ചൂടുകാലത്ത് വരുന്നത്. അത് ഈ തണുപ്പ് കാലത്ത് വന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ വന്നപ്പോഴത്തേനും എനിക്ക് കൂടുതൽ നേരം നിൽക്കാൻ എനിക്ക് പറ്റിയില്ല അടുക്കള. ഞാൻ പെട്ടെന്ന് തോരനും എയറോപ്ലെയിൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? ഹെലികോപ്റ്റർ കാണിക്കാനുള്ള അതിന് പോവും. അതുകൊണ്ട് ഞാൻ കാണിക്കാൻ ക്യാമറ തിരിക്കുന്നില്ല. ഹെലികോപ്റ്റർ ആയിരുന്നു. ഞാനത് കാണിക്കാൻ വേണ്ടി ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ അത് വെറുതെ എൻ്റെ ഇപ്പോഴത്തെ ഈ ആംഗിൾ അങ്ങ് പോകുന്നേ ഉള്ളൂ. അത് വരത്തില്ല, അത് കാണിക്കാൻ പറ്റത്തില്ല. ഹെലികോപ്റ്റർ പോകുന്നു എന്താണെന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഞങ്ങളിന്ന് എവിടെയും പോകുന്നില്ല എന്നുള്ള കാര്യമാണ്. ഇവർ രാത്രിയിലത്തെ കുക്കിംഗ് മിക്കവാറും കാണിക്കും. ഞാൻ ഇപ്പോൾ പറയുന്നു, കുറച്ച് കഴിയുമ്പോൾ ഇത് മാറുമെന്ന് അറിയത്തില്ല. ശ്രീഹരി എൻ്റെ അടുക്ക പറഞ്ഞു ശ്രീഹരി ചപ്പാത്തി ഉണ്ടാക്കാം, ഞാൻ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാം എന്നൊക്കെ എന്നോട് പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ ശ്രീഹരി ചപ്പാത്തി ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കത്തില്ല, അത് ഉറപ്പാണ്. കാരണം എനിക്ക് വയ്യ. എനിക്ക് രണ്ടും കൂടി എനിക്ക് ഒരു മൂഡും ഇല്ല, സത്യം പറയാലോ, ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട്. അപ്പം ശ്രീഹരി എന്നോട് ഇങ്ങനെ പറയുന്നു, ഞാൻ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കിയോ, ശ്രീഹരി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയോളാം, നീ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കിയോളാം. ഈ ചൈനീസ് ഐറ്റംസ് പുറത്തുനിന്ന് വാങ്ങിപ്പിക്കത്തില്ല. ഞാൻ മറ്റേതൊക്കെ വാങ്ങിക്കും. ചൈനീസ് പുറത്തുനിന്ന് ഞാൻ കഴിവതും കഴിക്കാൻ സമ്മതിക്കത്തില്ല. കാരണം അത് നമുക്ക് പണി തരും. ഈ ഒന്നാമത് അവർ കുക്ക് ചെയ്യുന്നതും ഒക്കെ ഈ ഫാസ്റ്റ് ഈ ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുമ്പം കുക്കാവുന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എനിക്ക് അതിനൊക്കെ ഭയങ്കര വിശ്വാസക്കുറവാണ്. കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് തുടങ്ങിയ ചെറിയ മാനസിക പ്രശ്നങ്ങളാണ് അതൊക്കെ. ഞാൻ 100 വട്ടം ആലോചിക്കും, ഇത് ശരിക്കും വെന്തിട്ടുണ്ടോ, ചിക്കൻ വെന്തിട്ടുണ്ടോ. അതൊക്കെ എനിക്ക് ടൈഫോയിഡിന് ശേഷം ഉണ്ടായത്. അപ്പം ഞാൻ ഈ ചൈനീസ് ഐറ്റംസ്, പ്രത്യേകിച്ച് ചില്ലി ചിക്കൻ, നൂഡിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ടൈഫോയിഡിന് ശേഷം ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടില്ല. അത് ഇനി കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നു, കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഇപ്പം ഞാൻ കക്ക ഇറച്ചി എനിക്ക് കഴിച്ചല്ലോ, അപ്പം എൻ്റെ ആ മാനസികാവസ്ഥ മാറുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് പൊതുവേ ഈ ചൈനീസ് വാങ്ങിച്ച് കഴിക്കാൻ ഇപ്പോൾ പേടിയാണ്. ലൂസ് മോഷൻ, വയറ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാം, പക്ഷേ കോളിഫ്ലവർ വാങ്ങിക്കണം.
കോളിഫ്ലവറും പിന്നെ സ്പ്രിംഗ് ഒനിയൻ ഇങ്ങനെയുള്ള അതൊക്കെ ഇട്ടാലേ എനിക്കൊരു ഇതുള്ളൂ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ നിർത്താം, എനിക്കിനി ഒരുപാട് പണിയുണ്ട്. ഞാൻ ഈ സെറ്റ് മടക്കി വെച്ചിട്ട് വേണം അടുത്ത സെറ്റ് വാഷിംഗ് മെഷീനകത്ത് കിടക്കുക, അതൊക്കെ വിരിച്ചിടണം. അത് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്ത് ഞാൻ ഗോബി മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കാണിക്കാം. ചിലപ്പോൾ ഞാൻ റെസിപ്പി എടുക്കും, ചിലപ്പോൾ ഞാൻ റെസിപ്പി എടുക്കത്തില്ല, അങ്ങനെയാണ്. കാരണം ഇന്ന് കക്കയിറച്ചി മാത്രമേ ഞാൻ കുക്കിങ്ങിൽ കാണിച്ചിട്ടുള്ളൂ. ഗോബി മഞ്ചൂരിയൻ ഞാൻ ഇതുവരെ ഈ ചാനലിൽ കാണിച്ചിട്ടില്ലെന്ന് എൻ്റെ ഓർമ്മ, ഷോർട്സിൽ പോലും ഇട്ടിട്ടില്ല എന്ന് എൻ്റെ ഓർമ്മ. അതുകൊണ്ട് ചിലപ്പം കാണിച്ചെന്നിരിക്കും, നോക്കട്ടെ. എനിക്ക് ഇന്ന് മൊത്തത്തിൽ ഇത് കേട്ടാൽ തോന്നുമ്പോൾ നിങ്ങളുടെ ആവശ്യമാണ് ഞാനിത് കാണിക്കുക, എൻ്റെ ആവശ്യമാണ് ഞാനിത് കാണിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യമല്ല ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ചെയ്യേണ്ടത്, എൻ്റെ ആവശ്യമാണ് ഞാനിത് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ ചെയ്യും. എല്ലാം എൻ്റെ ശാരീരികാവസ്ഥ പോലെ ഇരിക്കും. അപ്പോൾ ഞാനിതൊക്കെ ചെയ്യട്ടെ. ഇനി നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കുമ്പം കാണാം. ഇനി എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്, സന്ധ്യയൊക്കെ ആകാറായി. അപ്പം അതെല്ലാം തീർത്തിട്ട് വേണം. ശ്രീഹരി ചപ്പാത്തി ഉണ്ടാക്കി തന്നാൽ ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ ശ്രീഹരി ചപ്പാത്തി ഉണ്ടാക്കി തന്നില്ലെങ്കിൽ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കേണ്ടി വരും. പക്ഷെ ശ്രീഹരി ചപ്പാത്തി ഉണ്ടാക്കി തരും. അപ്പം ശരി, ഞാനിത് എല്ലാം വൃത്തിയാക്കിയിട്ട്. അപ്പോൾ ശ്രീഹരി ഇവിടെ ചപ്പാത്തിയുടെ മാവൊക്കെ ഇതിൽ കുഴയ്ക്കുകയാണ്. അപ്പോൾ ഇതുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര എളുപ്പമുണ്ട് ഇപ്പം. പിന്നെ ഞാൻ കോളിഫ്ലവർ ഇവിടെ ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിക്കുകയാണ്. ആദ്യമേ ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മുടെ അതിൻ്റെ പേര് വിനാഗിരി ഇട്ട വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിൽ 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് അത് ഞാൻ ഊറ്റി വെച്ചു. ഇനിയും കുറച്ച് മൈദയും കോൺഫ്ലവർ, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് സോയാ സോസ്, പിന്നെന്താണ് കുറച്ച് വെള്ളവും കൂടി പോകല്ലേ. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. മീൻസ് കുഴച്ചില്ലെന്ന് കലക്കിയെടുക്കാം. ഒത്തിരി ലൂസും അല്ല ഒത്തിരി തിക്കും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ആക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇത് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് പുരട്ടി എണ്ണ ഒഴിച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊക്കെ ഇപ്പോൾ ഇതിപ്പം ഞാൻ ഗോബി മഞ്ചൂരിയൻ അല്ല കേട്ടോ, ചില്ലി ഗോബി രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പിന്നെ ഞാൻ ആ വറുത്ത എണ്ണ തന്നെ കുറച്ച് എടുത്തിട്ട് വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചു, സ്പ്രിംഗ് ഒനിയൻ വൈറ്റ്സ് ഇട്ട് മൂപ്പിച്ചു, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ സബോളയും ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കോ ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് ഇത് ഒന്ന് കലക്കുക. വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർക്കുക. പക്ഷേ ഇതിന് ഞാനങ്ങനെ വെള്ളം ചേർത്തില്ല. അത്യാവശ്യം ഇത് കോട്ട് ചെയ്യാനുള്ള സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ കോളിഫ്ലവർ. എന്നിട്ട് കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് ലാസ്റ്റ് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് ഉപ്പൊക്കെ കറക്റ്റ് ആക്കാവുള്ളൂ. കാരണം ഈ സോയാ സോസുകളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഉപ്പ് രസം കാണും അതിൽ. അപ്പം അത് നോക്കിയിട്ട് മാത്രമേ ഇത് ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ എന്തായാലും ഉപ്പ് കൂടിപ്പോവും. അത് കഴിഞ്ഞിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സബോളയും ക്യാപ്സിക്കവും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കുക. എന്നിട്ട് ഇത് ഞാനൊന്ന് അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കും. ആ സമയം കൊണ്ട് ശ്രീഹരി ചപ്പാത്തിയൊക്കെ കുഴച്ച് കഴിഞ്ഞ് ചപ്പാത്തി പരത്താൻ തുടങ്ങി. പിന്നെ ഞാൻ അപ്പോഴത്തേനും നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ആക്കിയില്ല. ഞാനൊരു ചില്ലി ഗോബി പിന്നെ കോൺഫ്ലവർ ഒന്നും കലക്കി ഒന്നും ഒഴിച്ചൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ചില്ലി ഗോബി രീതിയിലാക്കിയെടുത്തത്. അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് നമ്മുടെ സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർത്ത് കൊടുത്ത് ഗ്രീൻ പാർട്ടും കൂടെ ചേർത്ത് കൊടുത്തു. അതും കൂടെ ചേർത്ത് കൊടുത്തപ്പോഴത്തേനും നമ്മുടെ ചില്ലി ഗോബി ഇവിടെ റെഡിയായി. ഞാൻ ഗോബി മഞ്ചൂരിയൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ആക്ച്വലി ചില്ലി ഗോബിയാണ്. പിന്നെ ലാസ്റ്റ് 2 പച്ചമുളകും ഒന്ന് കീറിയിടണം, പിന്നെ കുറച്ച് പെപ്പറും ഇടണം. പെപ്പർ ഞാൻ ഇടുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ക്ലിപ്പ് എൻ്റെ ഇന്ന് മിസ്സായിപ്പോയി. അപ്പോൾ അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചില്ലി ഗോബി ഇവിടെ റെഡിയായി. അപ്പോൾ ശ്രീഹരി ഇപ്പോൾ ചപ്പാത്തിയൊക്കെ ഇപ്പോൾ ഉണ്ടാക്കി തീരും. ഞാൻ ഗോബി മഞ്ചൂരിയൻ അല്ല, ഞാൻ ചില്ലി ഗോപിയാണ് ഉണ്ടാക്കിയത്. ഞാൻ ആ കോൺഫ്ലവർ കലക്കി ഒഴിച്ചില്ല, ഗ്രേവി ആക്കിയില്ല, എനിക്ക് തോന്നിയില്ല അങ്ങനെ ആക്കാനായിട്ട്.
ഇതും കുഴപ്പമില്ല, കാരണം ഇത് അതിന് അത്യാവശ്യം ഒരു നമ്മൾ അതിനകത്ത് സബോളയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക് യു സോ മച്ച്.